നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ കുടുംബത്തിന് അഭിമാനിക്കാവുന്ന സൽസന്താനങ്ങളെ തന്ന് 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം. നമുക്കിനി ആന്റിയുടെ അനുഗ്രഹം വാങ്ങാം. നീ വലിയ പുള്ളിയല്ലേ, എന്റെ അനുഗ്രഹം നിനക്ക് ആവശ്യമില്ല. നിങ്ങൾ എനിക്ക് എന്റെ അനിയനും അനിയത്തിയും തന്നെയായിരിക്കും. തെറ്റ് കണ്ടാൽ ശാസിക്കും. അതൊരിക്കലും സ്നേഹക്കുറവുകൊണ്ടല്ല, നിങ്ങൾ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട്. അത് രണ്ടുപേരും മനസ്സിലാക്കണം. എന്ത് തെറ്റ് കണ്ടാലും അമ്മ ചെവി പൊന്നാക്കാറാ പതിവ്. ഇനി ചേച്ചിയും കൂടെ പിടിച്ച് അത് രത്നവും വൈഡൂര്യവും ഒന്നും ആക്കരുത്. അഥവാ ആക്കിയ ഇവള് തന്നെ അത് കൊണ്ടുപോയി വിറ്റ് ഇവളുടെ ഫ്രണ്ട്സിന് പാർട്ടി നടത്തും. എന്നിട്ട് പ്രണവേട്ടൻ ആ പാർട്ടിയിൽ വന്നിട്ട് എന്റെ ഫ്രണ്ട്സിനെ വായി നോക്കും. എന്നാൽ ഇനി പാലും പഴം കൊടുക്കുന്ന ചടങ്ങിലേക്ക് കടക്കാം. ഇനി അധികം സമയം കളയണ്ട. ഞാനിപ്പോ എല്ലാം റെഡിയാക്കാം. ഏട്ടനും ചേച്ചി എന്താ ഇന്ത്യയും പാകിസ്ഥാനെ പോലെ ഇങ്ങനെ അകന്നിരിക്കുന്നേ? കുറച്ചുകൂടി ചേർന്നിരിക്കും. ചേച്ചിക്ക് നാണം കാണുമെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഏട്ടന് ഇതെന്താ പറ്റിയേ? ചേച്ചിയേക്കാൾ നാണാ ഏട്ടനാ. ചേച്ചി, നമ്മൾ പെൺകുട്ടികൾ വേണം എല്ലാ കാര്യത്തിനും മുൻകൈ എടുക്കാൻ. ചേച്ചി അങ്ങോട്ട് ചേർന്നിരിക്കേ. കാറിൽ നിന്നിറങ്ങിയപ്പോ ഗൗതമിന്റെ അടുത്തേക്ക് ചെന്നത് നിധിയല്ലേ. അതുകൊണ്ട് ഇത്തവണ ഗൗതം മോളുടെ അടുത്തേക്ക് ചെല്ലട്ടെ, അല്ലേ ഗോപിയേട്ട? കറക്റ്റ്. ദാമ്പത്യ ബന്ധത്തിന്റെ അടിത്തറ തന്നെ അതാ. ഒരു തവണ ഒരാൾ വിട്ടുകൊടുത്താൽ അടുത്ത തവണ മറ്റാൾ വിട്ടുകൊടുക്കണം. അതെ, അതാണ് ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കെമിസ്ട്രി. ഞാനും പാറും അങ്ങനെ കേട്ടോ. ഏട്ടാ, വേഗം ചേർന്നിരുന്നോ, ഇല്ലെങ്കിൽ അച്ഛൻ അമ്മയായുള്ള ഫിസിക്സും മാത്സും ബയോളജിയും ഒക്കെ പറഞ്ഞു തുടങ്ങും. എടിയടി കാന്താരി, ചെറിയ വായിൽ വലിയ വർത്താനം പറയരുത് കേട്ടോ, അടി കിട്ടും. കുറച്ചുകൂടി ശരിയാവാനുണ്ട്. ഒന്നുകൂടെ എടുത്ത് വേഗം വേഗം. ഇപ്പൊ കറക്റ്റായി. മോളെ നിധി, ഇവന് ബിസിനസ് അല്ലാതെ മറ്റൊന്നും അറിയില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇളയതുങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ഇനി നീ വേണം ഇവരെ ഒന്ന് നേരെയാക്കിയെടുക്കാൻ. ഇനി ഗൗതം സാറിന്റെ കാര്യം ഞാൻ ഏറ്റു. ഒന്നുമില്ലെങ്കിലും ഞാനൊരു ടീച്ചറല്ലേ, ഒരുപാട് കുട്ടികളെ നന്നാക്കി എടുത്തിട്ടുണ്ട്. എന്തിനധികം പറയുന്നു, ചില അമ്മമാര് വളർത്തി വഷളാക്കിയ കുട്ടികളെ വരെ ഞാൻ നേർവഴിക്ക് നടത്തിയിട്ടുണ്ട്. ഏട്ടന് വളർത്തു ദോഷം ഉണ്ടെന്നാണോ ചേച്ചി പറയുന്നേ? അയ്യോ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടേ ഇല്ലാട്ടോ. പൊതുവേ പറഞ്ഞതാ. ഇവിടെ 2 അമ്മമാര് വളർത്തിയ ഗൗതം സാറ് തനി തങ്കമല്ലേ. ആ തങ്കത്തെ നീ ഇനി കരിക്കട്ടയാക്കാതിരുന്നാ മതി. ഇല്ല ആന്റി, കനലിലിട്ട് ഊതി പഴുപ്പിച്ച് നല്ല അടിച്ചു പരത്തിയിട്ട് നല്ല 1-ാം തരം ആഭരണം ആക്കിക്കോളാം ഞാൻ. അതൊക്കെ പോട്ടെ, പാലും പഴവും കൊടുക്കാൻ വസു വരാൻ കാത്തിരിക്കായിരുന്നു ഞങ്ങള്. ഇവിടെ എന്ത് നല്ല കാര്യം നടന്നാലും തുടക്കമിടുന്നത് വസു അല്ലേ. ഓ, ഞാൻ തന്നെ ആദ്യം കൊടുത്തേക്കാം. ഇനി അതിന്റെ പേരില് പുത്തനച്ചിക്ക് ഒരു കുഴപ്പവും വരണ്ട. വേഗം തന്നോളൂ. പുത്തനച്ചയ്ക്ക് പുരപ്പുറം തൂക്കാൻ ധൃതിയായിട്ടോ. ഇത് ശരിയാവില്ല.
നിധി മനഃപൂർവ്വം അമ്മയെ പരിഹസിക്കുക. വസു എടുത്തു കൊടുക്ക്. ഇനി നിധി പറയുന്നത് നീയും നീ പറയുന്നത് നിധിയും അനുസരിച്ച് ജീവിക്കണം. നിന്റെ അച്ഛനെ റോൾ മോഡൽ ആക്കണ്ട ഗൗതം. ഏട്ടനെ പോലെ ബിസിനസ്സിൽ തകർച്ച ഉണ്ടായാല് താങ്ങാൻ പെൺവീട്ടുകാരില്ല എന്നുള്ള ഓർമ്മ വേണം. ഏട്ടനൊരു തകർച്ച വന്നപ്പോ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ഞാനുണ്ടായിരുന്നു. നിനക്കാരുമില്ല. പക്ഷേ ബുദ്ധിപരമായി ഇദ്ദേഹത്തെ താങ്ങാൻ ഞാനുണ്ടല്ലോ ആന്റി. ബുദ്ധിയില്ലാത്തവർക്കല്ലേ സാമ്പത്തികമായി താങ്ങേണ്ട ആവശ്യം വരുന്നുള്ളൂ. എന്റെ ബുദ്ധിയും ആന്റിയുടെ സ്വത്തും കൂടി ചേരുമ്പോ ഗൗതം സാറിന് ഒരു തകർച്ചയും വരില്ല. അയ്യോ ആന്റി പോരുത്. എന്തിനാടാ? നിന്റെ ഏട്ടത്തിയമ്മയ്ക്ക് എന്നെ കൂടുതൽ ചൊറിയാനാണോ? ഫോട്ടോഗ്രാഫർ ഇപ്പൊ വരും. നമ്മുടെ എല്ലാം ഫാമിലി ഫോട്ടോസ് എടുക്കണം. ആവശ്യത്തിൽ കൂടുതൽ ഫോട്ടോസ് മണ്ഡപത്തിൽ വെച്ച് തന്നെ എടുത്തിട്ടുണ്ട്. അത് മതി. അങ്ങനെയാണെങ്കിൽ ഏട്ടനും ചേച്ചിനും റൊമാൻറ്റിക് ഫോട്ടോസ് മാത്രം എടുത്താൽ മതി. ഗൗതം സാറിന്റെ മനസ്സിൽ എന്താ? എന്നോട് ഒട്ടും സൗഹൃദം കാണിക്കുന്നില്ലല്ലോ. ഇതുവരെ ദേഷ്യം മാറിയില്ലേ? ആ റെഡി, അനങ്ങരുതേ. മാഡം കുറച്ചുകൂടെ ഒന്ന് അടുത്തേക്ക് ചേർന്നേക്ക്. ഒന്ന് ചേർത്ത് പിടിക്കേട്ടോ. ഏട്ടന് മടിയാണെങ്കിൽ ചേച്ചി ചെയ്യ്. അയ്യേ, എനിക്കെങ്ങും വയ്യ. രണ്ടുപേരും ഇങ്ങനെ നാണിച്ചു നിന്നാൽ ശരിയാവില്ല. ഒരു റൊമാൻറ്റിക് മൂഡ് വരട്ടെ. ഇന്നത്തെ കാലത്ത് വധുവരന്മാരാ പല പല പോസുകളും ഇങ്ങോട്ട് പറയുന്നത്. നിങ്ങളെന്താ സാർ ഇങ്ങനെ? വേണ്ട വിടും. മിണ്ടരുത്. ഞാൻ പറയും, നിങ്ങൾ അനുസരിക്കും. ഓക്കെ. രണ്ടാളുടെ മുഖത്തും ഇത്തിരി റൊമാൻസ് വരട്ടെ. പെണ്ണവേട്ടാ, ആ പഞ്ചാര ലുക്ക് നേരിട്ട് കാണിച്ചു കൊടുത്തേ. ഒന്നും വേണ്ട, വേഗം ക്ലിക്ക് ചെയ്യ്. റെഡി, അനങ്ങരുതേ. ഇനി ടൈറ്റാനിക് പോസ്. രണ്ടാളും കൈ വിടർത്തി പിടിക്കേ. അയ്യേ, അതൊന്നും വേണ്ട. വേണം. മര്യാദക്ക് രണ്ടാളും പോസ് ചെയ്തേ. ആ ഓക്കെ, സ്റ്റഡി. ആ സാറേ, കൈ ഒന്ന് ചേർത്ത് പിടിച്ചു. ആ കൈ കൂടെ വേണം. ചേട്ടനൊരു നാണം. ആ ഇനി ചിരിച്ചേ. ആ കൈ കുറച്ചൊന്ന് പൊക്കേ. ആ അങ്ങനെ തന്നെ. ആ ഓക്കെ. ഇനി അപ്പോ ഏട്ടൻ ചേച്ചിയെ ചുറ്റി പിടിച്ചാട്ടെ. ഏയ് അതൊന്നും വേണ്ട. വേണം സാർ. മിനിഞ്ഞാന്ന് ഞങ്ങളെടുത്തൊരു സേവ് ദ ഡേറ്റ് സ്വിമ്മിംഗ് സൂട്ടിലായിരുന്നു. ആ ഫേസ് ടു ഫേസ് നോക്കൂ. ആ സാറേ, ആ കൈ ഒന്നെടുത്ത് തോളത്ത് വെക്കൂ. ആ മറ്റേ കൈ നേരെ 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 പിടിക്കും സാർ. ആ ഓക്കെ. ആ കുറച്ച് ഇങ്ങോട്ട് തിരിഞ്ഞു. ഇങ്ങനെ കൈ വെച്ച് ചിരിച്ചേ. എങ്ങനെയാ? ചിരിക്കേ. ആ സാറേ, അങ്ങോട്ട് നോക്കി ചിരിച്ചോണ്ടേ. ആ ആ കുറച്ച് ചിരിച്ചോണ്ടേ, കുറച്ച് റൈറ്റിലേക്ക്. ഓക്കെ. ആ ഓക്കെ സാർ. ആ സാർ സ്മൈൽ. ആ സാർ ചിൻ പിടിക്കും. ആ മതി. ആ ഒരു കിസ് കൊടുക്കുന്ന ഫോട്ടോയും കൂടെ വേണം സാർ. കിസ്സാ? താൻ പോയി തന്റെ പണി നോക്കണോ? ഇതാ സാർ ഞങ്ങളുടെ പണി. ഇന്നിനി മതി ചേട്ടന്മാരെ. ഞങ്ങൾ നിൽക്കുന്ന പ്രശ്നമെങ്കിൽ ഞങ്ങൾ മാറിത്തരും ചേച്ചി. ആര് നിന്നാലും നിന്നില്ലെങ്കിലും എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞു. ഇനി നിർത്താം. ഓക്കെ മാഡം.
എന്നാലും നിങ്ങളുടെ ഫോട്ടോ എടുക്കാം ഉം. വാ